ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി പപ്പായ തോരൻ. വളരെ രുചികരമായ ഒരു പപ്പായ തോരൻ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനായി ഒരു വലിയ പപ്പായയുടെ പകുതി എടുത്ത് ക്ലീൻ ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു അരമുറി തേങ്ങ കൊത്തും, ഒരു 6 കടലാസ് മുളകും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത നമ്മുടെ പപ്പായ ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ കടുകും വേപ്പിലയൊക്കെ പുറത്ത് വരുന്ന രീതിയിൽ നമുക്ക് അടി നന്നായി ഇളക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിക്കുന്ന വിധത്തിൽ തന്നെ നമുക്ക് ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചമ്മന്തി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചമ്മന്തി ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തേക്കും തേങ്ങാ ചമ്മന്തി ഒന്ന് ആവുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 20 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയാൽ നമ്മുടെ പപ്പായ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടാവും. കേബേജിനേക്കാളും രുചികരമായ ഒരു പപ്പായ തോരനാണിത്. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.